നന്നായി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ബി.ജെ.പിയുടെ ഈ നടപടികളിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പയറ്റിയിട്ടുള്ള കാര്യം ഇവിടെയും പയറ്റുന്നു. അതിൽ വളരെ എന്താ പറയുക, അഭിമാനത്തോടു കൂടി ശോഭാ സുരേന്ദ്രൻ പറയുന്നു, ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള കമ്മിറ്റിയിൽ ഉള്ള മെമ്പറാണ് ശോഭ എന്ന്. അപ്പോൾ ശോഭയ്ക്ക് അങ്ങനെ ഒരു ദൗത്യം ശോഭയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശോഭ ആ ദൗത്യത്തിൻ്റെ ഭാഗമായി ചെയ്ത കാര്യമാണ്. അതിലിപ്പോൾ രഹസ്യാത്മകതയൊന്നുമില്ല. നടപടിക്രമങ്ങൾ പോകുമ്പോൾ അല്പം രഹസ്യം സൂക്ഷിക്കുമായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇ.പിയുടെ ഈ മാറി നടക്കൽ തൊട്ട് പരിശോധിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ഈ 2023 ഫെബ്രുവരി 20-നാണ് എം.വി. ഗോവിന്ദൻ യാത്ര നടത്തിയത്. പാർട്ടി സെക്രട്ടറി ആയ ശേഷം യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹം വിട്ടുനിന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് ഒരു ഫെബ്രുവരി 19-ന് ഈ നന്ദകുമാറിൻ്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കുന്നു. ആ ദൃശ്യങ്ങളടക്കം അന്ന് വാർത്തയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശോഭ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അന്ന് ശോഭയെ കണ്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ഈ മാർച്ച് അന്നെന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ വെച്ചാണ് അദ്ദേഹം വീണ്ടും ആ യാത്രയിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഈ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നത് എന്തിന് എന്ന് മാത്രമേ ഉള്ളൊരു അവ്യക്തമായി നിൽക്കുന്നു. അതായത് ഈ ദല്ലാൽ നന്ദകുമാർ പല രൂപത്തിൽ വെടിപൊട്ടിച്ചിട്ട് പല നേതാക്കൾക്കെതിരെ, ആദ്യം അനിൽ ആന്റണിക്കെതിരെ, പിന്നെ അതിനിടയ്ക്ക് പറഞ്ഞു പോകുന്നിടയിൽ ശോഭയ്ക്കൊന്ന് കൂട്ടുകൊടുക്കുന്നു. അങ്ങനെ ശോഭ അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇ.പിയുടെ കാര്യം പുറത്തു വരുന്നത്. അങ്ങനെയാണല്ലോ ഇത് പുറത്തു വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കെ സുധാകരനാണ് ഞാനല്ല പോകുന്നത് ഇ.പി ആണ് എന്ന് പറഞ്ഞത്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ദല്ലാൽ നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ ഇ.പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇ.പിയെ സഹായിക്കുന്ന മട്ടിൽ, ഇ.പി ക്ഷണിച്ചിട്ടും വന്നിട്ടില്ല എന്ന മട്ടിൽ, അദ്ദേഹത്തെ പുകഴ്ത്തുന്ന മട്ടിലൊക്കെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ ലാവ്ലിൻ വൈദേകമൊക്കെ ഒത്തുതീർപ്പാക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഇ.പി പറയുന്നു അതൊന്നും വേണ്ട, അത് നടക്കില്ല എന്ന് പറയുന്നു. പിന്നെ ജാവ്ഡേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ജാവ്ഡേക്കർ പറഞ്ഞ ഒറ്റ സീറ്റ് തന്നാൽ മതി, ആ ഡീലൊന്ന് ശരിയാക്കൂ, തൃശ്ശൂർ കിട്ടിയാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അത് പറയുന്നുണ്ട് 2004 മൂവാറ്റുപുഴയിൽ നിങ്ങൾ ചെയ്തതുപോലെ. മൂവാറ്റുപുഴയിൽ അന്ന് പി.സി. തോമസ് സ്വതന്ത്രനായി മത്സരിക്കുന്നു. അപ്പുറത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പി.സിയെ ജയിപ്പിക്കുന്നുണ്ട്. അന്ന് ഡീലാണ് എന്നുള്ള കാര്യം ജാവ്ഡേക്കർ പറഞ്ഞതായി ഈ ദല്ലാൽ നന്ദകുമാർ അവതരിപ്പിക്കുന്നത് പിണറായി വിജയനെ കൂടി കൊടുക്കാനാണ്. അന്ന് പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. അപ്പോൾ അതുകൂടി പറയാം, അന്ന് സഹായിച്ചില്ലേ, അതുപോലെ ഒരു സഹായം ഇപ്പോൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. പിന്നീട് ഈ പ്രാവശ്യം തൃശ്ശൂരിൽ സഹായിക്കണമെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു ഇല്ല, പറ്റില്ല, CPIയുടെ മണ്ഡലമാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ ചർച്ച പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതേ കാര്യങ്ങൾ പിന്നീട് ശോഭ പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്, 90% ചർച്ച പൂർത്തിയായി ഇ.പി വരാനിരിക്കുകയായിരുന്നു. പക്ഷേ ഇ.പിക്ക് പാർട്ടിയിൽ എങ്ങനെയോ കണ്ണൂരിലേക്ക് നേതാക്കൾ അവിടെ അറിയുന്നു. ഒരു ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പാർട്ടിയിൽ നിന്ന് വന്നു. അങ്ങനെ ഇ.പി അത് പിന്മാറി എന്നാണ് ശോഭ പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞ ശേഷം ഇ.പി ഇന്നിപ്പോൾ ഇത് പറയുമ്പോൾ തിരുവനന്തപുരത്തെ ഫ്ലാറ്റിൽ ചർച്ച നടത്തുന്നു. അത് നന്ദകുമാറും പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഫ്ലാറ്റിലാണ് ചർച്ച നടത്തിയത്. അന്ന് ഞാനും ഇ.പിയും മാത്രമാണ് ആ ഫ്ലാറ്റിലുണ്ടായിരുന്നത്. ഒരു ടാക്സിയിലാണ് ജാവ്ഡേക്കർ വരുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് രാഷ്ട്രീയം സംസാരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതേ കാര്യങ്ങൾ തന്നെ വേറെ രൂപത്തിൽ ഇ.പി ഇന്ന് അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇ.പിക്ക് അത് കൃത്യമായി സമയക്രമം ഒന്നനുസരിച്ച് കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. അവിടെ അദ്ദേഹം പൊളിയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ന് പറഞ്ഞു എന്നുള്ളിടത്താണ് ഈ സംശയം മുഴുവൻ വരുന്നത്. അപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിപ്പോൾ 2-3 ദിവസം മുമ്പാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് അടപടലം പ്രശ്നമായേനെ അല്ലേ? ഈ തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ ഇന്നിപ്പോൾ ഈ ദിവസമായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ അത് പൊളിഞ്ഞു പോയേനെ. ഇപ്പോൾ നോക്കൂ, CPM ഈ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഇഷ്യൂസ് മാത്രം എടുത്തുകൊണ്ടാണ് ഉന്നയിച്ചിട്ടുള്ളത്. CA പോലുള്ള വിഷയങ്ങൾ, ദേശീയ തലത്തിലെ വിഷയങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴാണ് അത് BJP-ക്കെതിരെ ആ വിഷയങ്ങൾ ഉന്നയിക്കുന്നിടത്താണ് ഇവിടുത്തെ ഒരു വിഷയത്തിലേക്ക്, അത് BJP-യുമായി ഐക്യപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, LDF കൺവീനർ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഇന്ന് ഇതിൽ പ്രതികരിച്ചത് വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. പ്രതികരിക്കാൻ തന്നെയാണ് അദ്ദേഹം വന്നിട്ടുമുള്ളത്. അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം പ്രതികരിക്കുന്നു. അതിനിടയ്ക്ക് ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ CA എന്നിടയ്ക്ക് പറഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് വിശദീകരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നു ജാഗ്രത കുറവുണ്ടായിരിക്കുന്നു. എന്തിനാണ് ജാഗ്രത കുറവുണ്ടായത്? രാവിലെ കിടക്കപ്പായിൽ നിന്ന് എണീറ്റ ഉടനെ ഇന്ന് ആരെ വഞ്ചിച്ച് പണം തട്ടണം എന്നാലോചിക്കുന്നവരുമായി കൂട്ടുചേരുന്ന കാര്യത്തിൽ ജാഗ്രതയുണ്ടാകണം. ജാവ്ഡേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റില്ല എന്ന് പറയുന്നു. അത് ലൈറ്റാക്കാൻ ശ്രമിക്കുകയാണ്. ജാവ്ഡേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റിക്കഴിഞ്ഞു എന്ന് ഇന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നടപടിയെടുക്കണം ഇ.പിക്കെതിരെ, അല്ലേ? അതിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ ജാവ്ഡേക്കറെ ഞാനും കാണുന്നുണ്ടല്ലോ. അന്ന് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ജാവ്ഡേക്കറോട് പറയാം, നിങ്ങൾ നോക്ക്, നടക്കില്ല എന്നുള്ള രൂപത്തിൽ രാഷ്ട്രീയം സംസാരിച്ചു എന്ന് പറയുന്നു. അത് തന്നെ എം.വി. ഗോവിന്ദനും ലൈറ്റാക്കി സംസാരിക്കാൻ നോക്കുന്നു. പക്ഷേ ഇതവിടെ ലൈറ്റാക്കി നിർത്താൻ പറ്റില്ല എന്ന കാര്യം നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് ഇ.പി നടത്തിയ പ്രതികരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കുന്നില്ല. നല്ല മിടുക്കരായ 6 സ്ഥാനാർത്ഥികൾ, പിന്നെ അതിൽ കടന്ന് ഉരുണ്ട് ആ രൂപത്തിൽ പ്രതികരിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് ഈ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. പല ഘട്ടങ്ങളിലായി പാർട്ടിയെ
പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ബന്ധു നിയമനത്തിൽ അദ്ദേഹത്തിന് ഈ കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ രാജിവെക്കേണ്ടി വന്നു. ജലീലൊക്കെ കോടതി ഉത്തരവ് വന്നതിന് ശേഷമാണല്ലോ. അപ്പോൾ പാർട്ടി തന്നെ ആ രൂപത്തിൽ പരിഗണിച്ചില്ല എന്നുള്ള വിഷമം അദ്ദേഹത്തിനുണ്ട്. മട്ടന്നൂരിൽ സീറ്റ് നൽകിയില്ല. ഇനി പാർട്ടി സെക്രട്ടറി സ്ഥാനം മോഹിച്ചു. പക്ഷേ തന്നേക്കാൾ താഴെ നിൽക്കുന്ന ജൂനിയർ ആയിരിക്കുന്ന MV ഗോവിന്ദൻ അതിലേക്ക് പോയി. ഇനിയിപ്പോൾ പാർലമെന്ററി മോഹങ്ങൾക്കും സാധ്യതയില്ല. അപ്പോൾ കരിയർ അവസാനിച്ചു. അദ്ദേഹത്തിന് 73 വയസ്സായി. ഇനിയിപ്പോൾ എന്താണ് വഴി എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ളവരെ തെരഞ്ഞ് നടക്കുകയാണല്ലോ അപ്പുറത്ത്. അപ്പോൾ ആ അസംതൃപ്തരെ കണ്ടുപിടിക്കുന്നുള്ള ബുദ്ധിയും വൈഭവവും കുബുദ്ധിയും വൈഭവവും അപ്പുറത്ത് BJPക്കുണ്ട്. അപ്പോൾ ആ ശ്രമത്തിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. അത് പാർട്ടിയിൽ നിന്ന് ഭീഷണി വന്നപ്പോഴാണ് EP പിന്മാറിയത് എന്നുള്ളിടത്താണ് ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളായി നിൽക്കുന്നവർ എത്രത്തോളം ഈ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമേറുകയാണ്. EP പലപ്പോഴും EPയുടെ പ്രതികരണങ്ങൾ നമ്മളൊക്കെ എങ്ങനെയാണ് കേട്ടുള്ളത്? ഒരു നിഷ്കളങ്കമായ പ്രതികരണം അല്ലേ? EP അല്ലേ പറയുന്നത്? പക്ഷെ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളായി ഉണ്ടാകുന്നു. ഈ പരിപ്പുവട കഥയൊക്കെ നമ്മൾ ചിരിച്ച് കേട്ടിട്ടുള്ളതാണ്. എല്ലാ കാലത്തും പാർട്ടി പരിപ്പുവട കഴിച്ച് ജീവിക്കണോ പാർട്ടി പ്രവർത്തകർ എന്നൊക്കെ ചോദിച്ചത്, അതൊരു കാര്യം. പിന്നെ സാന്റിയാഗോ മാർട്ടിൻ, ഈ ചാക്ക് രാധാകൃഷ്ണൻ എന്ന് വിളിക്കുന്ന വിവാദ വ്യവസായി രാധാകൃഷ്ണൻ എന്തിനാണ് പാർട്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പരസ്യം നൽകിയത്? എന്ത് കാര്യത്തിനായിരുന്നു? പാർട്ടി പ്ലീനം, ആ പ്ലീനം എന്താണ്? ശുദ്ധീകരണമാണ്. പാർട്ടിയിലെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്ലീനമാണ്. അതിന് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കിയിരുന്ന വ്യവസായി. അപ്പോൾ അതിനൊക്കെ ഒരു ചുക്കാൻ പിടിച്ച നേതാവ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഓർമ്മിക്കുന്നത്. ഒരു വെടിയുണ്ടയുടെ ഓർമ്മയ്ക്കപ്പുറമുള്ള ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ EPക്കെതിരെ ഒരു നടപടി ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ EP ഇങ്ങനെ നിശബ്ദനായി അങ്ങ് അരങ്ങൊഴിയാനാണ് സാധ്യത. പക്ഷേ പാർട്ടിക്കൊരു കടുത്ത ശക്തമായ നിലപാടെടുത്തേ പറ്റൂ. കാരണം അപ്പുറത്തെ രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ, കോൺഗ്രസിലെ നേതാക്കളെ മുഴുവൻ ആ നിലയ്ക്ക് തന്നെ അതിശക്തമായി വിമർശിക്കുമ്പോഴാണ് നമ്മുടെ നേതാവ് തന്നെ പോവുകയും ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. EP എന്തിന് ഇന്ന് പറഞ്ഞു? EPക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്ത് പറയാമായിരുന്നു? എൻ്റെ അടുത്ത് ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് കള്ളത്തരമാണ്, ഞാൻ കേസ് കൊടുക്കും, അങ്ങനെ പറയാമല്ലോ. ഇന്നത്തെ ദിവസം അത് പറയാമല്ലോ. ഇന്നത്തെ ദിവസം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അത് ഭയങ്കരമായ സംശയം ഉണ്ടാക്കുന്ന കാര്യം. എന്തിനാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പാർട്ടിയെ എനിക്ക് സ്ഥാനമില്ലാത്ത പാർട്ടി അങ്ങനെ അങ്ങ് ജയിക്കേണ്ട എന്ന ഉദ്ദേശത്തിലാണോ? Meet the editors.